യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കുന്ന നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയുന്ന തരത്തിലുള്ള 4 അടയാളങ്ങൾ. യേശു മടങ്ങി വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ സംഭവിക്കുമെന്ന് ബൈബിൾ വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവർ എന്ന നിലയ്ക്ക് നാം ആത്മീയമായി തയ്യാറായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് അവരുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞത്. ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് അവർ ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതിനെ തെറ്റായിട്ട് മനസ്സിലാകാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ അതിനുവേണ്ടി ഒരുക്കാനാണ് യേശു ഇതൊക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. അവസാന നാളുകളിൽ സംഭവിക്കുന്നത് കണ്ടിട്ട് നാം ഞെട്ടാനല്ല, കണ്ട് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞു തന്ന ദൈവത്തിന് നന്ദി പറയുക. നാം അന്ത്യകാലത്താണോ ജീവിക്കുന്നതെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ബൈബിൾ അന്ത്യനാളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ 2000 വർഷങ്ങളായിട്ട് നാം അന്ത്യനാളുകളിലാണ്. പെന്തക്കോസ്തേ നാൾ മുതലാണ് സത്യം പറഞ്ഞ അന്ത്യനാൾ ആരംഭിച്ചത്. യേശു നമ്മളോട് ഉണർന്നിരിക്കാനും ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞു. സത്യത്തിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, മുകളിൽ മേഘങ്ങളെ നോക്കി കാത്തു നിൽക്കാനല്ല ദൈവം ഉദ്ദേശിച്ചത്. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നാം തയ്യാറാകാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള അടയാളങ്ങൾ ശ്രദ്ധിക്കാനാണ് ദൈവം ഉദ്ദേശിച്ചത്. ലോകത്ത് എന്താണോ സംഭവിക്കുന്നത് അതാണ് നമുക്ക് തന്നിട്ടുള്ള അടയാളങ്ങൾ. യേശുവിന്റെ 2ാം വരവിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്ന 4 പ്രധാനപ്പെട്ട അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് ലോകത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. ഉദാഹരണത്തിന് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എന്നിവയെക്കുറിച്ച് യേശു പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യം 2000 വർഷത്തിലേറെയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പോൾ അത് കൂടുതൽ തീവ്രമാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാം ഇപ്പോൾ ഈ ആദ്യ അടയാളത്തിലാണ്. ഇപ്പോൾ തന്നെ നാം യുദ്ധങ്ങളെക്കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട്. നമ്മുടെ മുമ്പ് തന്നെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭൂകമ്പങ്ങൾ, ക്ഷാമം എന്നിവ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് നാം കേൾക്കുന്നുണ്ട്. 2ാമത്തേത് വഞ്ചന. വഞ്ചിക്കപ്പെടരുത് എന്ന് യേശു പ്രത്യേകം എടുത്തു പറഞ്ഞു. യേശു അത് പിന്നെയും പല പ്രാവശ്യം ഈ അധ്യായത്തിൽ എടുത്തു പറഞ്ഞു. നാം ലോകത്തിന്റെ അവസാനത്തോടടുക്കുമ്പോൾ ഈ അടയാളം സഭയ്ക്ക് അകത്തും പുറത്തും ഉണ്ടാകും. ആ അടയാളമാണ് വഞ്ചന. ഈ സാഹചര്യത്തിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നവരെ, വ്യാജ മശിഹമാരെ, പ്രകൃതി ദുരന്തങ്ങളെ മുതലെടുത്ത് രക്ഷകനാണ് എന്ന് സ്വയം അവതരിപ്പിക്കുന്നവരെ പോലെ വഞ്ചിക്കുന്നവരെ ശ്രദ്ധിക്കണമെന്ന് യേശു എടുത്തു പറഞ്ഞു. രക്ഷകനാണ് എന്ന് വിശ്വസിപ്പിച്ച് ആളുകളെ ദുരന്തത്തിലാക്കുന്നവരാണിവർ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാമെന്നും ഞാനാണ് നിയമിക്കപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷകൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരുമുണ്ട്. എന്നാൽ യേശു നമ്മെ ഉപദേശിക്കുന്നത് പോലെ നാം പേടിക്കാൻ പാടില്ല. ഒരു പുതിയ യുദ്ധത്തെക്കുറിച്ചോ പുതിയ ദുരന്തത്തെക്കുറിച്ചോ ഇനി ഉണ്ടാകാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ചോ നാം അറിയുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നതാണ് സത്യം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളുമുണ്ട്. നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം യേശു പറഞ്ഞു, ഈ അടയാളങ്ങൾ വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ അത് മരണം ഉണ്ടാക്കുന്ന വേദനയല്ല, അത് പ്രസവ വേദന മാത്രമാണ്. അതുകൊണ്ട് ന്യൂസിൽ ദുരന്തങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഇത് അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രസവ വേദന മാത്രമാണ് എന്നും ഒരു പുതിയ കാര്യം അതിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇത് നമ്മുടെ മനോഭാവത്തെ പൂർണ്ണമായി മാറ്റണം. ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലോകത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യുന്നത് പോലെ നാം പേടിക്കരുത്. ലോകത്തിൽ സംഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ ജനിക്കാൻ പോകുന്ന ഒരു പുതിയ ലോകത്തിൻ്റെ ജനനവേദന മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്നത് കൊണ്ട് നാം തികച്ചും വ്യത്യസ്തരാണ്. ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സഹതാപമുണ്ട്. അതുകൊണ്ട് നാം അവരെ സഹായിക്കാറുമുണ്ട്. ഇതൊന്നും കണ്ട് നാം പേടിക്കേണ്ട കാര്യമില്ല. നാം പ്രതീക്ഷയുള്ളവരാണ്. നാം ഒരു പുതിയ ലോകം അല്ലെങ്കിൽ ക്രിസ്തു സ്ഥാപിക്കുന്ന ലോകത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ട് നാം പേടിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിഭ്രാന്തരാകരുത്, അസ്വസ്ഥരാകരുത്, സന്തോഷിക്കുക. ഇതെല്ലാം പുതിയൊരു തുടക്കത്തിന്റെ അടയാളം മാത്രമാണ്. 3ാമത്തേത് സഭയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. യേശു വരാറാകുമ്പോൾ സംഭവിക്കുന്ന 3ാമത്തെ അടയാളം ലോകത്തിലല്ല, സഭയിലാണ് സംഭവിക്കുന്നത്. ലോകത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ആദ്യ 2 അടയാളം. പക്ഷേ 3ാമത്തെ അടയാളം സംഭവിക്കുന്നത് സഭയിലാണ്. ആദ്യം പീഡനങ്ങൾ ഉണ്ടാകും. എല്ലാ രാജ്യക്കാരും സഭയെ വെറുക്കും. അത് കാരണം സഭയുടെ വലിപ്പം ഗണ്യമായ രീതിയിൽ കുറയും.
മിക്ക ആളുകളുടെയും ഉള്ളിലുള്ള ദൈവസ്നേഹം തണുത്തുപോകും. ലോകത്തിലുള്ള മുഴുവൻ സഭയും സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് ഒരുപാട് ക്രിസ്ത്യാനികൾ, അതായത് യഥാർത്ഥ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസം വിട്ടുപോകും. ലോകത്തിലുള്ള മൊത്ത സഭകളും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതുകൊണ്ട് അവരുടെ സ്നേഹം തണുത്തുപോകും. അത് നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു അടയാളമാണ്. നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് സുവിശേഷം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും എത്തണം എന്നതാണ്. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഒരു ചെറിയ സഭയ്ക്ക് ഈ ഭൂമിയിൽ ഭയങ്കര സ്വാധീനം ചെലുത്താൻ പറ്റും. യേശു സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. അവസാനം വരെ സ്ഥിരതയോടെ നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ അടയാളം സംഭവിക്കുന്ന സമയത്ത്, അതായത് സഭയെ എല്ലാവരും വെറുക്കുന്ന സമയം ഉണ്ടാകും. അതാണ് എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള യേശുവിൻ്റെ ഉപദേശം. ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: ഗോതമ്പും കളകളും ഒരുമിച്ചാണ് ഇപ്പോൾ വളരുന്നത്. അത് പൂർണ്ണ പക്വതയിലേക്ക് അടുക്കും തോറും അവയ്ക്കിടയിൽ കൂടുതൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ അവസാനം വളരെയധികം സമ്മർദ്ദത്തിലാകുന്നത് സ്വാഭാവികമാണ്. ക്രിസ്ത്യാനികൾ സാമൂഹികമായി അനുയോജ്യമല്ലാത്തവരാണ്. അതുകൊണ്ട് പലതരത്തിൽ വിദ്വേഷങ്ങളുണ്ടാകും. ഈ ലോകം നമ്മുടേതല്ല. നമ്മുടെ പൗരത്വം സ്വർഗീയ മണ്ഡലങ്ങളിലാണ്. നമ്മൾ അതുല്യരാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മോട് വിദ്വേഷം ഉണ്ടാകുന്നത്. യേശു മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനായതുകൊണ്ട് തന്നെ യേശുവിനെതിരെ ഒരുപാട് വിദ്വേഷങ്ങളുണ്ടായിരുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഈ ലോകത്തിൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഇനിമേൽ ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല. കാരണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകം നിങ്ങളെ വെറുക്കുന്നത്. യെരുശലേമിൻ്റെ ദുരിതമാണ്. ഭൂശാസ്ത്രപരമായി നോക്കിയാൽ അത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. മത്തായി 24 അധ്യായത്തിൽ യേശു ദാനിയേൽ പറഞ്ഞ പ്രവചനത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛത ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അതിൽ പറയുന്നു. ദാനിയേൽ ഇത് 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ സ്വയം ദൈവമാണെന്ന് പറയും. അതും ദൈവത്തിന്റെ ആ നഗരത്തിൽ തന്നെ അവൻ ദൈവമാണെന്ന് സ്ഥാപിക്കും. അവന്റെ ഇഷ്ടം എന്താണോ അത് മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരുടെ ഇഷ്ടം അംഗീകരിക്കത്തില്ല. ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വയച്ഛാധിപതിയായിരിക്കും അവൻ. ദൈവത്തിന്റെ നഗരത്തിൽ തന്നെ അവൻ അധികാരത്തിൽ വരും. അതിനുശേഷം യേശു പറഞ്ഞു, ഉടൻ തന്നെ യേശുവിന്റെ വരവിന്റെ അടയാളം ഉണ്ടാകും. ഇതെല്ലാം യേശു വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ തയ്യാറായിരിക്കുക. ആ അടയാളം സംഭവിക്കുമ്പോൾ വ്യാജ പ്രവാചകന്മാരുടെയോ വ്യാജ മിശിഹമാരുടെയോ ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല, വഞ്ചന ഉണ്ടാകത്തില്ല. അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിക്ക് വെളിച്ചം തരുന്ന എല്ലാ കാര്യങ്ങളും ഓഫാകും. സൂര്യൻ ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ വീഴും. ബൈബിളിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രവചനങ്ങളുണ്ട്. യെശയ്യാവ് പറയുന്നു, ആകാശ സൈന്യങ്ങളെല്ലാം അലിഞ്ഞു പോകും. ആകാശം ഒരു തുകൽ ചുരുൾ പോലെ ചുരുണ്ടുപോകും. മുന്തിരിവള്ളിയുടെ ഇലകൾ വാടിക്കൊഴിയുന്നത് പോലെയും അത്തിമരത്തിൽ നിന്ന് കായ്കൾ പൊഴിയുന്നത് പോലെയും അതിലെ സൈന്യമൊക്കെയും കൊഴിഞ്ഞു വീഴും. പ്രകൃതിദത്ത വെളിച്ചം ഇല്ലാതാകും. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ കൃത്രിമ വെളിച്ചം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതെന്താ ഇങ്ങനെ? എന്താ സംഭവിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശിക്കുന്നത് നിർത്തും. അതിനുശേഷം യേശു മേഘങ്ങളിൽ ഭൂമിയിലേക്ക് വരുന്നത് നാം കാണും. അതിനുശേഷം യേശു മേഘങ്ങളിൽ ഭൂമിയിലേക്ക് വരും. നാം യേശുവിനെ കാണും. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ സ്ഥലം ഈ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് നാം ഇവിടെ ആയിരിക്കില്ല കാണുന്നത്. നാം ആകാശത്തിലേക്ക് പോകും. അതൊരു വലിയ സംഭവമായിരിക്കും, അല്ലേ? ഈ ഭൂമിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കാണുമ്പോൾ യേശു വാതിലിന്റെ അടുത്താണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം യേശു അത്തിമരത്തെക്കുറിച്ച് വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞു. യേശു പറഞ്ഞു, അത്തിമരത്തിൽ നിന്ന് ഈ പാഠം പഠിക്കുക. അതിന്റെ ചില്ലകൾ കോമളമായി തളർക്കുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവല്ലോ. ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത്, അതായത് ഈ അടയാളങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുന്ന സമയത്ത് ലോകത്തിന്റെ അവസാനമായി എന്നത് മനസ്സിലാക്കുക എന്ന് യേശു നമ്മോട് പറയുന്നു. അത്തിമരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നു, വേനൽ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു എന്നതുപോലെ തന്നെ ഈ 5 അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ലോകത്തിന്റെ അവസാനം അടുത്തു എന്നത് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.